അമേരിക്കയുടെ ജോണ്ടി റോഡ്സിനെയും ഹെർഷൽ ഗിബ്സിനെയും ഇന്ത്യക്കാരുടെ സ്വന്തം യുവരാജ് സിംഗിനെയും ഒക്കെ ഓർമ്മിപ്പിക്കും വിധം ആ പറക്കും ക്യാച്ച് എടുത്തത് നമ്മുടെ സ്വന്തം ഇടുക്കിക്കാരി അലീന സുരേന്ദ്രനാണ്. അലീന നമുക്ക് ഉണ്ട്. അലീന, ആ നിമിഷം ശരിക്കും ഓർത്തെടുക്കാവോ? അതിപ്പോൾ 3 ഓവറിൽ 3 റൺ മതിയായിരുന്നു നമുക്ക്, അവർക്ക് ജയിക്കാനായിട്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റണ്ണ് പോലും നമ്മൾ വിട്ടുകൊടുക്കാതെ ലൂർദ് മണി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ ഓവറിൽ ആ ഒരു ബോൾ പൊന്തിയ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് അവളുടെ ഓവർ എന്താണ് മേഡിന് ഓവറാക്കി കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ അത്രമാത്രം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. ആ ക്യാച്ച് പൊന്തി ഇത് എന്തായാലും ഞാൻ എടുക്കും എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ ചാടി, എനിക്കത് കിട്ടി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ആ ക്യാച്ച് കണ്ടിട്ട്. ശരിക്കും എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ കുറേയൊക്കെ വീണിട്ടുണ്ട്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെ, ദൈവം സഹായിച്ചു. ഇത് വലിയ വൈറലായിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പോൾ ആരൊക്കെയും അഭിനന്ദിക്കാനൊക്കെ വിളിച്ചോ? എന്തെങ്കിലും മെസ്സേജ് അയച്ചോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്മൃതി മന്ദാനയാണ്, ജെമീമേനെയാണ്. അപ്പോൾ സ്മൃതി മന്ദാന എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, പിന്നെ ജെമി സ്റ്റോറി ഇട്ടു, ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഒപ്പം കളിച്ചാണ് വളർന്നത്. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവരോട് കളിച്ച് പിന്നെ സ്പോർട്സിലായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ പോയിട്ട് സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്ന് പറഞ്ഞു. കാരണം ഒരു ചെക്കൻ കൊച്ച് കളിച്ചിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എങ്ങനെയാണ് കളിക്കണേന്ന് ചോദിച്ചു. എനിക്ക് ടീമിൽ കയറണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണ്, സാറിനോട് ചോദിച്ചു നോക്കിയാൽ സാറിന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. സാറ് പറഞ്ഞു തൊടുപുഴയിൽ ഒരു അക്കാഡമി ഉണ്ട്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ പറച്ചിൽ കാരണം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെലക്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തു അവിടുന്ന്. പിന്നെ അവിടുന്ന് ഇവിടെ വരെ ഇപ്പോൾ കേരള ടീമിലുണ്ടോ? സീനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഭാവിയിലൊരു ആഗ്രഹമൊക്കെ? ഇപ്പം എല്ലാവരും ഏറ്റെടുത്ത ക്യാച്ചൊക്കെ, ഇപ്പോൾ ഭാവിയിലൊരു ആഗ്രഹം എന്താ? ഭാവിയിലേക്ക് ഇന്ത്യ കളിക്കണം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനു മുന്നേ IPL ഒക്കെ കളിച്ച് കയറി പെർഫോമൻസ് വന്നാൽ നമുക്ക് ഇന്ത്യ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് IPL കളിക്കണം. അലീനയുടെ ഒരു പ്രകടനത്തെ എങ്ങനെ കാണുന്നു? അല്ല, നമ്മൾ ഈ കേരള ടീമിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഫീൽഡിങ്ങിൽ വളരെ മികച്ച കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്ലേയേഴ്സാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപിടി താരങ്ങൾ പറയാൻ പറ്റുമ്പോൾ മിന്നുമണി, സജന, നജില, അലീന സുരേന്ദ്രൻ, ദൃശ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു നീണ്ട നിര തന്നെയുണ്ട്. അപ്പം ആ മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ മൊമെൻറ്റിൽ അവരെന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റേഴ്സ്. അപ്പം അതിൽ അലീന സുരേന്ദ്രൻ കൃത്യമായിട്ട് അലീന പറഞ്ഞ പോലെ തന്നെ ആ മൊമെൻറ്റിൽ എന്താണ് ആ ടീമിൻ്റെ ആവശ്യം, ആ ടീമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ടിൽ ആ കാര്യം ചെയ്തു. അതൊരു എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ മറ്റ് താരങ്ങൾക്ക് പോലും പ്രചോദനമാകുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ പേടിച്ചിട്ട് ഈ പറയുന്ന ക്യാച്ച് എടുക്കാൻ പോയാൽ അപകടം സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്കും ഒരു പ്രചോദനമാണ് ആ ക്യാച്ച്. തീർച്ചയായിട്ടും അതുതന്നെയാണ് അലീനയുടെ നമുക്ക് നീലക്കുപ്പായത്തിൽ കാണാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. അപ്പോൾ അങ്ങനെ ഒരു മികച്ച ക്യാച്ച്, തകർപ്പൻ ക്യാച്ച്, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഇന്ത്യൻ ടീമിൽ ഒരു ഭാവി താരമായി അലീനയ്ക്ക് മാറാൻ സാധിക്കട്ടെ. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.